താളിക്കാവ് ഡിവിഷൻ കൗൺസിലർ ചിത്തിര നമ്മളോടൊപ്പം ഉണ്ട്. ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തി വൈകാൻ കാരണം കൗൺസിലറുടെ ഒരു ഇടപെടലിലുണ്ടായ പ്രശ്നമാണെന്നാണ് മേയറും ഡെപ്യൂട്ടി മേയറും കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇല്ലേ എന്ത് പറയണമെന്ന് അറിയില്ല. 2023-24 പ്രോജക്റ്റിലേക്ക് ഒന്നാമത്തെ വർക്കായി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റോഡ് ഉൾപ്പെടെയുള്ള STP പ്ലാനിന് വേണ്ടി കുഴിച്ച മൊത്തം റോഡുകളും. ആ കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള വാർഡ് സഭയിൽ ഞാൻ വാർഡ് സഭ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ച ആളാണ് ഈ പറയുന്ന നമ്മളെ ഡെപ്യൂട്ടി മേയർ. ആ സമയത്ത് പുള്ളിക്കാരി നമ്മളെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് വാർഡ് സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട റോഡുകളെല്ലാം നമ്മൾ ടാർ ചെയ്യും, അതൊന്നും നീ ഇപ്പോൾ പദ്ധതിയിൽ വെക്കണ്ട, എല്ലാവരും മുന്നിലാണ്, ജനങ്ങളെ മുന്നിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ എന്നോട് ഒറ്റയ്ക്ക് 1-on-1 പറഞ്ഞൊരു കാര്യമല്ല. എങ്കിൽ കൂടെ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായ പ്രവർത്തകരും ആൾക്കാരും പറഞ്ഞു, വെക്കാണ്ട് നിൽക്കണ്ട, ഇത് നാളെ പണിയാവുമെന്ന്. അപ്പോൾ ഞാൻ അത്ര രാഷ്ട്രീയം അറിയാത്ത ഒരാളാണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ അതിനൊരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട മുഴുവൻ റോഡുകളും പൊളിച്ച മുഴുവൻ റോഡുകളും റീസ്റ്റോർ ചെയ്യാനും ടാർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ പ്രവൃത്തി നടന്നില്ല എന്ന് കണ്ട് അത് കൊടുത്തത് ഫെബ്രുവരി 2023 27 കൊടുത്തതാണ്. അതിനുശേഷം 2024-25 പ്രൊജക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ വർക്കായിട്ട് തന്നെ പാറക്കണ്ടി മഞ്ചപ്പാലം റോഡ് എന്നുള്ള രീതിയിൽ പിന്നീട് ഒന്നും കൂടെ കൊടുക്കുകയുണ്ടായി. കൊടുത്ത സമയത്ത് ഇതിപ്പം ഞാൻ പറയാനെന്താ കാരണം വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട റീസ്റ്റോറേഷൻ വർക്കൊക്കെ അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഇതിൽ ഞാൻ വിജിലൻസിലൊക്കെ പരാതി കൊടുത്ത ഒരു ഇഷ്യൂ എല്ലാം മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പകപോക്കലാണോ എന്ന് വരെ ഇപ്പം തോന്നിപ്പോകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയം അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ, സുരേഷ് ബാബുവിളി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിത്രയ്ക്ക് രാഷ്ട്രീയം അറിയില്ല. ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം അത് ഞാൻ എടുത്തു പറഞ്ഞു. ഈ നെറികെട്ട രാഷ്ട്രീയം എനിക്കറിയില്ല. നമ്മളെ രാഷ്ട്രീയം നേരിൻ്റെ രാഷ്ട്രീയമാണ്. അല്ലാണ്ട് ഇങ്ങനെ എന്ത് കള്ളത്തരവും പബ്ലിക്കിനോടും മീഡിയയിലും പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിഷമമുണ്ടാക്കി. എന്നുവെച്ചാൽ സഹപ്രവർത്തകർ തന്നെയാണല്ലോ, ഒരുമിച്ച് അവിടെ ഇരിക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം കാനത്തൂർ ഡിവിഷൻ ഇന്ദിര വക്കീൽ കൗൺസിലറായിരുന്ന ഡിവിഷനാണ്. ആ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ UDFൻ്റെ സിറ്റിംഗ് സീറ്റ്. അവിടെ അതിനുശേഷം വന്ന UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തോക്കുകയുണ്ടായത്. അപ്പം അങ്ങനെ ഒരാളാണ് ഇപ്പം ഒരു കൗൺസിലറെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഇനിയിപ്പം ഇലക്ഷനൊക്കെ വരുന്നതാണല്ലോ, അപ്പോൾ അതാണോ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഇവരൊരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളൊരു ദേശം തുടക്കം മുതലേ ഉണ്ട്. ആദ്യത്തെ വർഷം 0 ഫണ്ടായിരുന്നു എൻ്റെ ഡിവിഷനിൽ ലഭിച്ചിരുന്നത്. ഞാൻ സമരങ്ങളൊക്കെ നടത്തിയതൊക്കെ ആൾക്കാർ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മഞ്ചപ്പാലം അതിൻ്റെ ഭാഗമായിട്ടാണോ ഇവിടെ റോഡ് ആദ്യം പൊളിഞ്ഞു കിടക്കുന്നത്? നേരത്തെ പൊളിഞ്ഞ റോഡാണ്? അല്ല, നേരത്തെ പൊളിഞ്ഞ റോഡല്ല. ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ റീടാറിങ് ഞാൻ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വന്നപ്പോഴാണ് പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയത്. ഇപ്പം പാറക്കണ്ടി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് പൈപ്പ് ലൈൻ ഇട്ടത് കാരണമാണ് ഈ റോഡ് ഇങ്ങനെ ആയത്. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു, അതിന് വലിയൊരു ഫണ്ട് വെച്ചു. അത് ചെയ്യാത്തതിനാലാണ് വിജിലൻസിൽ ഞാൻ എൻ്റെ വേറൊരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഇതിന് വേണ്ടി നമ്മൾ എത്രത്തോളം പ്രയത്നിക്കണം, ഇവർ നമ്മളെ താറടിച്ച് കാണിക്കാൻ എന്ത് നുണയും മീഡിയയിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നുമില്ല. ഇന്ദിര വക്കീൽ ഇപ്രാവശ്യം പറ്റുമെങ്കിലും ഒന്ന് കാനത്തൂർ ഒന്ന് മത്സരിക്കും. എല്ലാ വർഷവും വേറെ ഡിവിഷനിൽ പോയി മത്സരിക്കുന്നുണ്ടല്ലോ. അതായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കാൻ തരുമെങ്കിൽ ഇടച്ചൊവ്വ അങ്ങോട്ട് മത്സരിച്ച് നോക്കി ഇന്ദിര വക്കീൽ. അത്രേ പറയാനുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ചതിൻ്റെ ഒരു ഒരു ഇറിറ്റേഷൻ അവർക്ക് സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. വെച്ചാൽ ഫണ്ട് തരാണ്ടതാണെങ്കിലും ഏതൊരു സഭയിലും എങ്ങനെ അവളെ മോശക്കാരിയാക്കി കാണിക്കാം, കുറ്റക്കാരിയായി കാണിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇവർ വരുന്നത്. ഇപ്പം ലെറ്റർ പാഡും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ തരാം. 4 വർഷമായല്ലോ? ഇല്ല, 4 വർഷം ആയിട്ടില്ല. 2022 ഫെബ്രുവരി 7 ന്യൂസ് പേപ്പറിലാണ് ടി.ഒ. മോഹനൻ മേയറായിരിക്കുന്ന സമയത്ത് മേയർ ഇതിൻ്റെ മേലെ JCBൻ്റെ മേലെ പണി തുടങ്ങിയെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി. അതായത് 6 തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 6 തുടങ്ങിയ വർക്ക് അപ്പം 4 വർഷം ആയോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഇത് ഈ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അതും ഫെബ്രുവരിയിൽ തുടങ്ങിയെങ്കിലും ഈ ഭാഗത്തു നിന്നൊന്നുമല്ല ഫസ്റ്റ് വർക്ക് തുടങ്ങിയത്. വർക്ക് പല ഭാഗത്തും തുടങ്ങി വന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് 2022 എനിക്ക് തോന്നുന്നു ഒരു പകുതി കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്കായിരിക്കും. പക്ഷേ 2023 ഫെബ്രുവരിയിൽ കൊടുത്തിട്ടുണ്ട് 2023 പ്രൊജക്റ്റിൻ്റെ കാര്യം വെച്ചിട്ട്. ഇതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ട് അതിനുശേഷം ഇപ്പോൾ 24-25 പ്രോജക്റ്റിൽ പൈസ വെച്ചിട്ടുണ്ട്. പൈസ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ലക്ഷം വേണ്ടുന്ന റോഡിന് 15 ലക്ഷമോ അതിൽ
10 ലക്ഷം ഒന്നും വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ റോഡ് പണി കൃത്യമായി നടക്കാനുള്ള പൈസ തന്നെ വെക്കണമല്ലോ. ഇത് ആൾക്കാരോട് പറയുമ്പോൾ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ഫണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഈ ലോക്കൽ റോഡ് പിന്നെ റീസ്റ്റോറേഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ ഇപ്രാവശ്യം 1000 കോടി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ടില്ല, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ കാരണമാണ് അത്. ആ ഒരു ഫണ്ടാണ് ഇപ്പോൾ MLA എന്നുള്ള രീതിയിൽ നമുക്ക് കടന്നപ്പള്ളി സാറ് നമുക്ക് വാങ്ങി തന്നിട്ടുള്ളത്, ഈ 25 ലക്ഷം. ആ ഫണ്ട് കിട്ടിയതും ഞാൻ എഞ്ചിനീയറിംഗിലെ AXനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് 25 ലക്ഷം പിന്നെ കടന്നപ്പള്ളി സാറ് തന്നിട്ടുണ്ട്, അപ്പോൾ 25ഉം കോർപ്പറേഷൻ്റെ ഫണ്ടും കൂടെ വെച്ച് നന്നായിട്ട് ഈ റോഡ് ചെയ്തുകൂടെ? പകുതിയായിട്ട്. പക്ഷേ ഒരേ റോഡിൽ ഒരേ സ്ഥലത്തല്ല, ഒരു മീറ്റർ വരെ MLA വർക്കും അതിനുശേഷം കോർപ്പറേഷൻ വർക്കും എന്നുള്ള രീതി കാണിച്ചുകൂടിയത്. അതൊന്നും പറ്റില്ല. അന്ന് പിന്നെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറല്ലേ പിന്നെ ഈ എന്താ പറയുക AX എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് റെസ്പോൺസ് തന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ കൂടെ കടന്നു വന്ന് വെച്ചാൽ അവിടെ പോയി നിന്ന് നിങ്ങൾ ഒറ്റ കാര്യം അന്വേഷിച്ചാൽ മതി. ഈ LRRP വർക്ക് വന്നത് ജാനുവരിയിൽ വന്ന LRRP വർക്ക് വേറെ ഏതെല്ലാം ഡിവിഷനിൽ പ്രൊജക്റ്റ് പിന്നെ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു എന്ന് അന്വേഷിച്ചാൽ മതി. പക്ഷേ കൗൺസിലർ ഞാൻ നിരന്തരം ആരും എടുക്കുന്നില്ല. അത് പിന്നെ റീടെൻഡറിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നറിയാം. ഇത്രയും 25 ലക്ഷം തന്നിട്ടും 21 ചില്ലറക്കാണ് അവർ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അതായത് ആരും ഇത് എടുക്കരുത്, ആരും ഈ പണി ചെയ്യരുത്. പക്ഷേ ഇവർ ഇത്രയും കാലം എന്താ വെച്ചാൽ നല്ല രസമായിരുന്നു. കൗൺസിലർ കുറ്റം ഇവർ നാട്ടുകാർ പോയാലും ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പറയും ആ കൗൺസിലർ എഴുതി തരാഞ്ഞിട്ടാ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൗൺസിലിൽ തന്നെ ഞാനൊരു പ്രാവശ്യം മുന്നേ പറഞ്ഞു, കൗൺസിലർ എഴുതി തന്നില്ല നിങ്ങൾ എങ്ങനെ പറയും? ബഡ്ജറ്റിൽ അടിച്ചു വന്ന സാധനം കൗൺസിലർ എഴുതി തന്നില്ല നിങ്ങൾ എങ്ങനെ പറയും എന്ന് പറഞ്ഞ് മേയറോട് ഞാൻ കൗൺസിലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അതായത് ജനങ്ങളെ മുന്നിൽ എങ്ങനെയെങ്കിലും വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഇപ്പോൾ കോർപ്പറേഷനുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞപ്പോൾ പ്രാന്തായി എന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് ഈ രീതിയിൽ ഇങ്ങനെ കോർപ്പറേഷൻ ഫണ്ട് പാസ്സാക്കി 2024-25 പ്രൊജക്റ്റ് ആയിട്ടാണ് പാസ്സാക്കിയത്. അതിൻ്റെയൊക്കെ ടെൻഡർ എന്ന് പറഞ്ഞാൽ നടന്നത് ഈ ഒരു മാർച്ച് തന്നെയാണ്, അല്ലാണ്ട് മുന്നേ ഒന്നുമല്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജനുവരിയിൽ MLA ഫണ്ട് തരുന്നവരെ ഇവർക്ക് പ്രൊജക്റ്റ് ചെയ്യാമായിരുന്നല്ലോ. AXനെ കണ്ടിട്ടുണ്ട്, AEനെ കണ്ടിട്ടുണ്ട്. ആണ് ആ സീറ്റിൽ കുറേ ആൾക്കാർ മാറി വന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ മാറി വരുന്ന ഏനെയും കൊണ്ട് ഞാൻ 9 തവണയായി ഈ റോഡിൻ്റെ പിന്നെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി നടന്നത്. 9 തവണ ഒരു റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. MLA ഫണ്ട് ഇപ്പം ഈ ലോക്കൽ റോഡ് റീസ്റ്റോറേഷൻ പ്രൊജക്റ്റ് ഇപ്പം ജനുവരിയിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫണ്ട് പോരാന്ന് എഞ്ചിനീയർമാർ പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. MLA ഇത്രയേ തന്നിട്ടുള്ളൂ, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിലേക്ക് കൂടെ നമുക്ക് 25 ലക്ഷം വെക്കാം. അപ്പോഴും ചിന്തിക്കുന്നത് എന്താ, പകുതി കോർപ്പറേഷൻ്റെ റോഡാ, അത് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാ ഇവർ പിന്നെ ഭരിക്കേണ്ട ആവശ്യം? ഇംപ്ലിമെന്റിംഗ് ഓഫീസർ പിന്നെ കോർപ്പറേഷൻ അനുവദിച്ച 10 ലക്ഷം പോരാതെ വരുമെന്ന് തോന്നിയതുകൊണ്ടാണ് MLAയുടെ അപേക്ഷ. വരുമെന്ന് തോന്നിയതല്ല, വരുമെന്ന് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായി അവർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അവരും പറഞ്ഞു നിങ്ങളെന്ന് MLAയിൽ ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് MLAനോട് ആവശ്യപ്പെട്ടത്. അത് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ്, അല്ലാണ്ട് MLA ഫണ്ടും അല്ല ഇത്. എല്ലാ ലോക്കൽ റോഡ്സും ശരിയാക്കാൻ വേണ്ടി സർക്കാർ വെച്ചൊരു ഫണ്ടാണിത്. അത് റെപ്രസെന്റിങ് MLA ആണ് അതിന് കൊടുക്കുന്നത്. ആ രീതിയിലാണ് 25 ലക്ഷം പാസ്സാക്കിയത്. എത്ര കിലോമീറ്റർ വരുന്ന റോഡാണ് ഇതാകെ 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. 10 ലക്ഷം കൊണ്ട് ടാർ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. ഇത് ഞാനൊരു കാര്യം പറയാം, നമ്മൾ കൗൺസിലേഴ്സ് അല്ല, എസ്റ്റിമേറ്റ് എടുക്കുന്ന നമ്മൾ കൗൺസിലേഴ്സ്. അപ്പം എഞ്ചിനീയറിംഗ് വിഭാഗം ഓരോ റോഡും ഓരോ അറിയാം. ചിലപ്പോൾ അധികം ഡാമേജ് ഇല്ലാത്ത റോഡാണ്, ചിലപ്പോൾ പറ്റാം, ഐ ഡോണ്ട് നോ. ഇപ്പം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് പറഞ്ഞത് 30 lakhs ആണ് എന്നോട് ആ സമയത്ത് വെള്ളമൊക്കെ ഒഴുകി പോകാൻ പിന്നെ ലെവൽ ചെയ്ത് വാട്ടർ ലെവലൊക്കെ നോക്കണമല്ലോ രീതി ചെയ്യാൻ ഒരു 30 ലക്ഷം എങ്കിലും വേണമെന്നാണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായത്. ഈ കോർപ്പറേഷനിൽ പിന്നെ അതായത് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ താങ്കളുടെ വാർഡ് വലിയ അവഗണനയാണെന്നൊക്കെ പറഞ്ഞല്ലോ, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഇത് ഇന്നലെ ഞാൻ എൻ്റെ പഴയ ലെറ്റർ പാഡുകൾ തപ്പിയെടുക്കുമ്പോൾ കിട്ടിയൊരിതാ, നമ്മൾ മുൻപ് ഉണ്ടാക്കിയതായിരുന്നു. ഓരോ ഡിവിഷനിലേക്കും അനുവദിച്ച ആ സമയത്തെ ഫണ്ടുകൾ വെച്ചിട്ട്, അതായത് എന്തോ ഒരു വിവേചനമാണ് കാണിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇന്ദിര വക്കീലും മേയറും, അതായത് ഡെപ്യൂട്ടി മേയറും തയ്യാറാണോ നമ്മൾ സുഗനി ടീച്ചറേയും വെച്ച് നമുക്കൊരു ഡിബേറ്റ് നടത്താം, ഓപ്പൺ ഡിബേറ്റ്? വാ, നമ്മളെ കയ്യിൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളല്ലേ, ഡോക്യുമെൻറ്റ്സ് വെച്ച് തന്നെ ചർച്ച ചെയ്യാം. ഇത്രയേ പറയാനുള്ളൂ.